ഏതാണ്ടൊക്കെ കുത്തിപ്പൊളിച്ചോണ്ടിരിക്കുകയാടി. പണിയുന്ന കണ്ടാ തോന്നുന്നു ഏതാണ്ട് എയറോപ്ലെയിൻ പണിയുവാന്ന്. അയ്യോ അയ്യോ. മാമൻ പണിയല്ലേ? ഓ ഓ അല്ല, ഇവക്ക് ഏതാണ്ട് പറയാനുണ്ടെന്ന്. ഇല്ലില്ല, മാമനാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചോണ്ടേ കോർച്ച് കാണിക്കുന്നതാ? അല്ല, വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു മാമ. അതായത് മാമ, ഇപ്പം ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാല് എന്താന്ന് വെച്ചാല്, അതായത് പിന്നെ നമുക്ക് ഈ ആക്രി സാധനങ്ങളെല്ലാം കൂടെ വാരി കൂട്ടി നമുക്ക് ആ ചായപ്പിലോട്ട് വെച്ചാലോ? നമുക്ക് ഈ ആക്രി സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്ന കംപ്ലീറ്റ് ആക്രിയും പറക്കി നമ്മുടെ ചായപ്പില്ലയോ മാമ, അവിടെ കൊണ്ടുവന്ന് വെച്ചാലോ? അവിടെ ഇരുന്നോട്ടെ. അല്ല അതന്നെ പറയണല്ലേ. അത് അപ്പൊ വേറൊന്നും അല്ല, ഞങ്ങള് ഒരു ചെറിയൊരു ഐഡിയ. ഒന്നേ ഇവിടെ ഒരു ഓപ്പൺ ലൈബ്രറി തുടങ്ങണം, അതല്ലെങ്കിൽ ഒരു കുഞ്ഞ് ക്ലബ്ബ്. ക്ലബ് എന്ന് പറയുമ്പോ വലിയ നാട്ടുകാർ കൂടുന്ന ക്ലബ്ബൊന്നും അല്ല, നമ്മള് കുടുംബക്കാര് മാത്രം ചേർന്നുള്ള ഒരു വലിയ ക്ലബ്ബ്. എന്ന് വെച്ചാൽ ഇതാ ഇപ്പൊ ഈ മൂലയ്ക്കായിട്ട് ഒരു ക്യാരം ബോർഡ് സെറ്റ് ചെയ്യണം, ഇപ്പുറത്ത് ചെസ്, പിന്നെ വേണ്ടതാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ടെന്നീസ് കോർട്ട്, പിന്നെ അതുകൊണ്ട് ആ ഭാഗത്തായിട്ട് എന്റെ ശവക്കുഴി എന്നെ അരിയിട്ട് മൂടാൻ. എന്റെ ജീവ ഇരിക്കും കാലം ഇവിടെ നിന്റെ ക്ലബ്ബൊന്നും നടക്കൂല. എന്റെ സത്യം പറഞ്ഞ ഞാൻ എവിടെ വന്ന എന്റെ അടുത്ത് ഇക്കാര്യം പറഞ്ഞപ്പോഴ് ഞാൻ ആദ്യം എടുത്ത് പറഞ്ഞ എന്താണെന്നറിയോ, മാമന് ഇത് ഹൃദയവധ ഉണ്ടാക്കും, അതുകൊണ്ട് ഒരിക്കലും ഇത് പാടില്ല. മാമന്റെ പിന്നെ ശ്വാസമായതെന്ന് പറയാറില്ലേ? എന്റെ ശ്വാസം തണ്ടാത്. അതാ മാമന്റെ ശ്വാസം ഒരിക്കലും ചെയ്യരുത് ഞാൻ എവിടുത്തെ പറഞ്ഞു. അയ്യോ ചുമ്മാതാണ്. അപ്പോ മാമനാണ് പറഞ്ഞത് ഈ ആക്രി സാധനമൊക്കെ നമുക്ക് ചായപ്പിലോട്ട് ആക്കാന്ന്. ഞാൻ പറഞ്ഞു ചായപ്പി മതി, ചെറിയ രീതിയിൽ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാന്ന്. എന്നിട്ട് ഇപ്പൊ എന്ത് തോന്നെ കൊണ്ടുപോയിക്കണ്ട. ഇവിടെ ഓരോ പ്രശ്നം ഉണ്ടാക്കണം നീയാണ് കേട്ടാ. എന്റെ ശ്വാസം പോയി കഴിഞ്ഞ ശേഷമേ ഇവിടെ നീയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കൂ. അങ്ങനെ പറഞ്ഞോട് ആശാനെ, സ്വന്തം ജോലിയോട് ഇത്രമാത്രം ആത്മാർത്ഥതയുള്ള ആശാനെ കണ്ടുപഠിക്കണം ഇന്നത്തെ തലമുറ. നിന്നോട് ഈ വീട്ടിൽ കയറുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടല്ലേ. അവൻ ഇവിടെ എന്റെ ഭർത്താവിലാണ് വന്നത്. എന്റെ മാമ ഇവനെ ആള് പച്ചക്കേടാ. അത് ഞാൻ നോക്കിക്കോളാം. എന്താടാ വന്നേ? ആശാനെ, ഞാൻ പോളിടെക്നിക്ക് പഠിക്കാൻ കയറി. പൈസ വേണോ? വേണ്ട. ഈ എഞ്ചിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി ആശാനേക്കാൾ നല്ലൊരു ആശാൻ വേറെ ഇല്ലെന്ന് തോന്നി. ആര് പറഞ്ഞടാ? അതാണ്ട് ഒരു വണ്ടി 4ാം വർഷം ഇത് അഴിച്ചിട്ടിട്ട് ഇതെന്തോ ചെയ്യണോന്ന് അറിയാൻ വയ്യായിരിക്കും അങ്ങേർക്ക്. നീ അക്കാര്യം പറയണ്ട. ഇവിടെ പല വണ്ടികളും വെളിയിൽ കൊണ്ടുപോയി നന്നാക്കാൻ പറ്റാത്തോണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൊണ്ടുവന്ന വണ്ടികളായി കിടക്കുന്നതല്ല അതിന്റെ ഉടമസ്ഥർക്ക് പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല ഇപ്പോഴും. എന്തിനാ ഇവിടെ വേറെ എവിടെല്ലാം സ്ഥാപനങ്ങൾ കിടക്കുന്നേ? നീ എന്തൊരു പറഞ്ഞു കൊടുക്കണം എന്റെ അടുത്ത്? ഒന്നുമില്ല മാമ, നീ ആവശ്യമില്ല സംസാരിക്കില്ല. പാടി ഇവിടെ എന്നിട്ട് കാര്യമില്ല. പോയി കാര്യമൊക്കെ ശരിയാ, മര്യാദക്ക് എന്നാ നിനക്ക് കൊള്ളാം. ഇല്ല അടിച്ചിന്റെ കൊല്ലുവാനുള്ളതും കേട്ടാ. ഞാൻ വേറൊരു കാര്യം ഒരു കാര്യവും പറയണ്ട. പോ, നമുക്ക് വേണ്ടപ്പെട്ട പയ്യെ. ആശാനെ, ഞാൻ എഞ്ചിനൊക്കെ പൊളിക്കട്ടാ. എന്തിന് മാത്രം തോറ്റു പോവണ്ടി? പിന്നെ 2 നെട്ടും മുടുക്കട്ടാ. നെറ്റൊന്നും മുറിക്കണ്ട. നീ ഒരു കാര്യം ചെയ്യും, ഇതാണ്ട് കിടക്കില്ല ഈ ഷീറ്റ് ഇതൊക്കെ കഴുകിയിട്ട് ഒരുപാട് ദിവസമായടാ. കൊണ്ടുപോയി കഴുകി കൊണ്ടുപോവാ. എന്ത് എന്നിട്ട് പണി പഠിക്കാം. വന്നതിന്റെ അന്ന് തൊട്ട് ഈ തൂപ്പും തുടപ്പല്ലേ ആശാനെ? എനിക്ക് കുഴപ്പമില്ല, ഇന്ന് കൊണ്ടുപോയി കഴുക്, അത് കഴിഞ്ഞിട്ട് പഠിക്കാം. എന്താടാ ഞാൻ ഇതാ പറഞ്ഞു. നമുക്കൊക്കെ പട്ടി വില അല്ല, നമ്മളെ പറഞ്ഞാൽ മതിയല്ലോ. എല്ലാരും ഓരോന്ന് വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉടനെ എടുത്ത് ചെയ്തു കൊടുക്കും അവരുടെ വിഷമം ആലോചിച്ചിട്ട്. നമ്മുടെ വിഷമം ഇവിടെ ആരെങ്കിലും അന്വേഷിക്കുവോ? ഇല്ല. കിട്ടണം എനിക്കത്. ഭർത്താവെ കുട്ടി കുടുംബം എന്ന് പറഞ്ഞിരിക്കുമ്പോ ഇങ്ങനെ എനിക്ക് വിഷമിച്ചാലേ പറ്റുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? മക്കളെ മാമ ഒരു ചായ. ഓ, ചായ അല്ലേ? കറക്റ്റ് തന്നെ ഞാൻ പറഞ്ഞെന്ന കാര്യം. ഇതുപോലെ ഓരോ ആൾക്കാർക്ക് ഓരോ ആവശ്യം വരുമ്പോഴത്തേക്കും മണിയെ ഓർമ്മ വരും, അല്ലെങ്കിൽ മണി ആർക്കും വേണ്ട. വേണ്ട, പിന്നെ ഞാൻ ഒന്ന് മാറ്റോളാം. അങ്ങനെയൊന്നുമില്ല മാമ, നമുക്ക് ജോലിയും കൂലിയും വരുമാനമൊന്നും ഇല്ലല്ലോ, ജോലിക്കൊന്നും പോകണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ ഫ്രീ ആയിട്ട് ഇരിക്കാനുണ്ട്, തിരക്കൊന്നും ഇല്ല. ജോലിക്കൊക്കെ പോണവരാണെങ്കിലല്ലേ
തിരക്കും കാര്യങ്ങളും ഉള്ളൂ. നമുക്ക് എന്തോന്ന് തിരക്ക് മാമ. അത് മക്കൾ പറഞ്ഞ് ചെയ്യാണ്. ഈ ജോലിക്ക് പോണ പെമ്പിള്ളേരെ വീട്ടുകാരിയും നോക്കിയിട്ടല്ലേ മക്കളെ ജോലിക്ക് പോണത്. ഓഫീസിലെ കാര്യം, പിന്നെ വീട്ടിൽ വന്ന് വീണ്ടും പിള്ളേരെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഐത്യങ്ങളെ കാര്യം വളരെ കഷ്ടം തന്നെ കേട്ടാ. അപ്പൊ നമ്മള് വീട്ടമ്മമാർക്കൊന്നും ഒരു പണിയില്ലെന്നാണ് മാമൻ പറഞ്ഞു തന്നെ എന്റെ അർത്ഥം അല്ലേ? അയ്യോ, ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ മക്കളെ. പിന്നെ എന്തോന്നാണ് മാമ ഉദ്ദേശിച്ചത്? അതെ, ഞാൻ ഈ ഐത്യങ്ങളെ ഈ അവിടെ കിടന്ന് പാടുംപെട്ട് ഇവിടുന്നും പാടുപെട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ മക്കളെ. പിള്ളേരെ കാര്യം നോക്കണം. ആകെ 2 കൈകളല്ലേ ഉള്ളൂ. അപ്പൊ മാമ ഞങ്ങളുടെ കാര്യം എന്തോന്നാണ്? ഞങ്ങൾ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളുടെ കാര്യം. രാവിലെ ഉറക്കണിച്ച് രാത്രി ഉറങ്ങണ വരെ റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടും. 4 നേരത്തെ ഭക്ഷണം. ഇവിടെ ഉള്ള ഈ കണ്ട അത്രയും എത്ര സ്ഥലമുണ്ട്. ഇവിടത്തെ ചവറ് പുറക്കി കളയുമ്പോൾ തന്നെ മനുഷ്യൻ എണിച്ചിറക്കാൻ വയ്യാണ്ടാവും. വീട്ടിനകത്തുള്ള സകല പണിയും കഴിഞ്ഞ് ഒന്ന് നടുനിവർക്കാന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ചെന്നിരിക്കും എന്താണ് അവസ്ഥ. അമ്മ അത്, അമ്മ ഇത്, മാമ ഇതേപോലെ ചായ എന്ന് പറയും, രവി ഏട്ടൻ പറയും ഓരോ സാധനം. ഒരു കണ്ണട തപ്പണമെങ്കിൽ പോലും നമ്മളെ വിളിക്കും ഇല്ലേ? ഇത് നമ്മൾ പരാതി പറയാറുണ്ടോ? പോയി ചെയ്തു കൊടുക്കും ഇല്ലേ? അല്ലേ? അപ്പൊ മാമൻ ഇതിന് എന്താണ് മനസ്സിലായത്? എനിക്ക് മക്കളെ വീട്ടിൽ നിൽക്കുന്നവർക്കും പാട് തന്നെ, ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ മക്കളെ. മാമന് മനസ്സിലായില്ലേ? മനസ്സിലായി. ഞാൻ അതാണ് പറഞ്ഞു വന്നത് മാമ. ജോലിക്ക് പോണ പെണ്ണുങ്ങളെ കാര്യമാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. അവര് രാവിലെ ഇറങ്ങി പോണോണ്ട് തിരിച്ചു വരുമ്പോ ജോലിക്ക് പോയി ക്ഷീണിച്ച് വന്നതാന്നുള്ള പേരില്ലെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറ്റും. നമുക്ക് അങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റുമോ? റെസ്റ്റ് എടുക്കാൻ ഇരിക്കുമ്പോഴായിരിക്കും ഇതുപോലെ പല ആവശ്യങ്ങളും വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വയ്യാന്ന് പറഞ്ഞ് ഇരിക്കൂല. പാവങ്ങളല്ലേ, നമ്മളെ ഭർത്താവല്ലേ, മക്കളല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പോയി ചെയ്തു കൊടുക്കും. പക്ഷെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചെയ്തു കൊടുക്കണോണ്ട് അവസാനം എന്തോന്നാണ് സംഭവിക്കുന്നത്? നമുക്കൊരു വിലയില്ല മാമ. മനസ്സിലായില്ലേ മാമ? എനിക്ക് അറിഞ്ഞൂടെ? എന്ത് പറഞ്ഞാലും കുറ്റം പറച്ചിലുകളും കുത്തുവാക്കും മാത്രം. അത് ഭർത്താവായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, വീട്ടിലുള്ള ബാക്കിയുള്ളവരാരും എല്ലാവർക്കും പട്ടി വിലയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും വെറും കോമാളികൾക്ക് ആർക്കും ഒരു വിലയില്ല മാമ. അങ്ങനെയൊന്നും പറയില്ല മക്കളെ. ഇവിടെ ഉള്ളവരെ ആരും അങ്ങനെയൊന്നും പറയില്ല. പറഞ്ഞില്ലെങ്കിൽ അവരെ പ്രവൃത്തിയിലും വാക്കിലും നോട്ടത്തിലൊക്കെ അതുകൊണ്ട് മാമ. മാമനൊന്നത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്റെയൊക്കെ വിഷമം. ശരി പിന്നെ മക്കളെ. ശരി മാമ, ഞാൻ പോട്ടെ. ഓ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ പണികൾ നടക്കൂല.